എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഓൾറെഡി അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ അഥവാ സമാന്തര ശ്രേണിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഒരു 5-8 പ്രോബ്ലം നമ്മൾ അനാലിസിസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് അത് നമുക്ക് വർക്കൗട്ട് ചെയ്യുക? അപ്പോൾ നമുക്ക് ജസ്റ്റ് ടു സീ an example. നോക്കുക, AP is equal to 5, 8, 11. Using this, write another AP as common difference 6 and also write the algebraic form അഥവാ ബീജഗണിത രൂപം. ചോദ്യം മനസ്സിലായല്ലോ? മലയാളം മീഡിയം ഉള്ളവർക്കും ഇംഗ്ലീഷ് മീഡിയം ഉള്ളവർക്കും അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. AP സമം 5, 8, 11 കോമറ്റ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻ AP. 5, 8, 11 യൂസിങ് ദിസ് ഇത് ഉപയോഗിച്ച് റൈറ്റ് അനദർ AP ആസ് കോമൺ ഡിഫറൻസ് 6. മറ്റൊരു AP എഴുതാൻ, കോമൺ ഡിഫറൻസ് 6 ആയിട്ടുള്ള മറ്റൊരു AP എഴുതുക. ആൻഡ് ആൾസോ റൈറ്റ് ദ ആൾജിബ്രിക് ഫോം. എന്നിട്ട് അതിൻ്റെ ആൾജിബ്രിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതുക. ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞൊരു AP യുടെ ഒരു ഫോർമാറ്റ്. ഒരു AP എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന ഒരു സിംപ്ലസ്റ്റ് ഫോമാണ് ആൾജിബ്രിക് ഫോം അഥവാ ബീജഗണിത രൂപം. അതായത് ചരങ്ങൾ എടുത്ത് എഴുതുന്നത്, വേരിയബിൾ എടുത്ത് ചേർത്ത് എഴുതുന്നതാണ് ആൾജിബ്രിക് ഫോം. അപ്പൊ ആ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചോദ്യം മനസ്സിലായില്ലോ? 5, 8, 11 using this, write another AP as common difference 6 and also write the algebraic form. നോക്കുക എങ്ങനെ ചെയ്യേണ്ടതെന്ന്. AP is equal to 5, 8, 11. Okay. When D is equal to 6, പൊതുവ്യത്യാസം 6 ആയാൽ ന്യൂ AP is equal to പുതിയ AP സമം 5, 11, 17, dash. എങ്ങനെയാ 5, 11, 17 എടുത്തത്? നമുക്ക് തന്നിരിക്കുന്ന AP 5, 8, 11 ആണ്. അതിലെ ഫസ്റ്റ് ടൈം 5 ആണ്. ആ 5 എടുത്തിട്ട് അടുത്തത് 6 കോമൺ ഡിഫറൻസ് വെച്ച് നമ്മൾ ആഡ് ചെയ്ത് പോയി, കൂട്ടി പോയി. അപ്പൊ 5 + 6 11, 11 + 6 17. അപ്പൊ അടുത്ത AP ഏതാ? 5, 11, 17, 5, 11, 17 നമുക്ക് കിട്ടും. അപ്പൊ ഒരു AP തന്നിട്ട് അതിൽ നിന്ന് 6 കോമൺ ഡിഫറൻസ് വെക്കുന്ന മറ്റൊരു AP എഴുതാൻ പറഞ്ഞാല് വളരെ സിമ്പിൾ ആണ്. അതിരിക്കുന്ന AP എഴുതുക, നീറ്റായിട്ട് എഴുതുക. അതാണ് മാത്സ് എപ്പോൾ എഴുതുമ്പോഴും വെരി നീറ്റ്. അത് കഴിഞ്ഞ അതിന്റെ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പൊ ന്യൂ AP പുതിയ സമാന്തര ശ്രേണി 5, 11, 17 നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി ഇതിന്റെ ആൾജിബ്രിക് ഫോം എഴുതാം. ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ അതിന്റെ കോമൺ ഫോം ഫോർമാറ്റ്. ഒരു AP എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ഒരു ഫോർമാറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ബീജഗണിത രൂപം. അതിന് ബീജഗണിത രൂപം എഴുതാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ദ AN is equal to nth term is equal to A plus n minus 1 into D. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അത് ആ ഒരു ഫോർമുല ഇവിടെ കൊടുക്കുക. AN is equal to A plus n minus 1 into D. അവിടെ തന്നിരിക്കുന്ന AP യുടെ ഫസ്റ്റ് ടൈം 5 plus n minus 1 നമുക്കറിയില്ല. D is equal to 6. So 5 plus n minus 1 into 6. അതിനെ ബ്രാക്കറ്റ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n minus 1 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 plus 6n minus 6. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. അപ്പോൾ ഓൾറെഡി മാത്സിൽ ഞാൻ പ്രിലിമിനറീസ് പിന്നീട് ഞാൻ പറയാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഭർത്താവ് യു ആർ സ്റ്റഡിങ് ദ 10th and 11th. So you must know the preliminaries of mathematics as minus into minus plus, plus into plus plus, minus into plus minus, and plus into minus minus. അത് വളരെ ക്ലിയർ ആണ്. പ്രോഡക്റ്റ് റൂൾ ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് വന്നാൽ രണ്ട് നെഗറ്റീവ് തമ്മിൽ പ്രോഡക്റ്റ് ചെയ്താൽ ഗുണിച്ചു കഴിഞ്ഞാൽ പ്ലസ് ആയിരിക്കും.
രണ്ട് പ്ലസ് പ്രോഡക്റ്റ് ചെയ്താൽ പ്ലസ് ആയിരിക്കും, ഒരു മൈനസ് ഒരു പ്ലസും പ്രോഡക്റ്റ് ചെയ്താൽ മൈനസ് ആയിരിക്കും, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താലും പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കുകയും ചെയ്യും. ആ റൂള് നമ്മൾ മനസ്സിലുണ്ടാവണം. അപ്പോൾ നോക്കുക, 6 ഇൻറ്റു n 6n, 6 ഇൻറ്റു -1 -6. ഇനി നമുക്ക് +5 -6, 5ഉം -6 ആണ്. 5ഉം -6 വന്നാൽ എന്താ ചെയ്യാം? വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറയ്ക്കാം. സ്മോളസ്റ്റ് നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ ബിഗ്ഗസ്റ്റ് നമ്പർ ആൻഡ് ഗിവൺ ദ ഹയസ്റ്റ് നമ്പർ സൈൻ. വലിയ സംഖ്യയുടെ സൈൻ ഏതാണോ അത് കൊടുക്കുക. 5 -6 1 അത് -1. ഇപ്പൊ 6n -1. ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് AP. ഇത് ആൾജിബ്രിക് ഫോം എന്ന് പറയും. n എന്നുള്ള വേരിയബിൾ ചേർത്തിട്ടുള്ള ഫോമാണ്. ആ n-ന് ഏത് വില കൊടുത്താലും നിങ്ങൾക്ക് ആ AP യുടെ ഫോർമാറ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന. സോ ആൾജിബ്രിക് ഫോം എഴുതാൻ എന്ത് ചെയ്താൽ മതി? n = a + n - 1 × d ല് നമ്മൾ ആ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ഫോർമാറ്റ് ഓഫ് എൻ AP, ആൾജിബ്രിക് ഫോം ഓഫ് എൻ AP, ബീജഗണിത രൂപം എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഈ പ്രോബ്ലം ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. അപ്പൊ ഞാനിവിടെ ഒരു കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ആൾജിബ്രിക് ഫോം എന്ന് പറയുമ്പോൾ ബീജഗണിത രൂപം എന്ന് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റ് ആണ്. അതെങ്ങനെ ഇരിക്കും? നമുക്ക് ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണോ സമാന്തര ശ്രേണിയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ആ ഫോർമാറ്റ് നോക്കിയാൽ മതി. ആ ഫോർമാറ്റ് ആ രൂപത്തിൽ വന്നാൽ അത് AP തന്നെയായിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. നോക്കുക, ഫോർമാറ്റ് ഓഫ് എൻ AP യുടെ പൊതുരൂപം an ± b എന്നാണ്. an ± b. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം നോക്കുക? an + b ആവാം, an - b ആവാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറയുക. അതിന്റെ ആദ്യ പദം എങ്ങനെ കണ്ടുപിടിക്കാം? എയും ബിയും കൂടെ ആഡ് ചെയ്താൽ മതി. ആഡ് a + b. ആ കോഎഫിഷ്യന്റും ആ കോൺസ്റ്റന്റ് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് a ആൻഡ് b. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? പൊതുവ്യത്യാസം കോഎഫിഷ്യന്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് n-ന്റെ കോഎഫിഷ്യന്റ് ഓഫ് n-ന്റെ കോഎഫിഷ്യന്റ് ആണ് കോമൺ ഡിഫറൻസ്. അപ്പൊ n-ന്റെ ഗുണോത്തരം എന്ന് പറയും. കോഎഫിഷ്യന്റ് മലയാളത്തിൽ പറയാം ഗുണോത്തരം. n-ന്റെ ഗുണോത്തരം ഏതാണോ അതായിരിക്കും അതിന്റെ പൊതുവ്യത്യാസം. അപ്പൊ ഫസ്റ്റ് ടൈം നമുക്ക് a + b എന്ന് എഴുതാം, or a - b എന്ന് എഴുതാം. കോമൺ ഡിഫറൻസ് n-ന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് എഴുതാം. കോഎഫിഷ്യന്റ് ഓഫ് n-ന്റെ ഗുണോത്തരം. അപ്പൊ ഇവിടെ a ആയിരിക്കും. അപ്പോ ഒരു ഫോർമാറ്റ് ഓഫ് എൻ AP തന്നാൽ an ± b ഇരിക്കും. അതിന്റെ ഫസ്റ്റ് ടൈം = a + b ആൻഡ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ n-ന്റെ ഗുണോത്തരം, അതായത് കോഎഫിഷ്യന്റ് ഓഫ് n a ആയിരിക്കും. ഇത് നമ്മുടെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അക്കോർഡിംഗ് ടു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ ചോദിക്കും, ഫോർമാറ്റ് വന്നിട്ട് ചോദിക്കും, അതിന്റെ ആദ്യ പദം ഏത്, അതിന്റെ പൊതുവ്യത്യാസം ഏത്, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ആൻഡ് റൈറ്റ് ആൻ AP എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഒരു കാര്യം ക്ലിയർ ആണ്. n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടൈം കിട്ടും, n-ന് 2 കൊടുത്താൽ സെക്കൻഡ് ടൈം കിട്ടും, n-ന് 3 കൊടുത്താൽ തേർഡ് ടൈം കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ അതിലും എളുപ്പമാണ് നമുക്ക് എയും ബിയും കൂടി കൂട്ടിയാൽ ഫസ്റ്റ് ടൈം കിട്ടും, n-ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും, n-ന്റെ ഗുണോത്തരമായിരിക്കും കോമൺ ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ AP എഴുതാൻ നമുക്ക് സുഖമായിരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. n-ന് വില കൊടുത്തിട്ട് ചെയ്യാം, n-ന് വില കൊടുക്കാതെ വളരെ ഈസി ആയിട്ടും ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കിക്കൂടാ. ആൾജിബ്രിക് ഫോം 5n + 3. Write the first term and common difference, also the AP. 5n + 3 എന്നുള്ള ബീജഗണിത രൂപമുണ്ട്. നമ്മളോട് അതിന്റെ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും അതിന്റെ APയും എഴുതാൻ പറഞ്ഞിരിക്കുക. എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക്? അപ്പോ 5n + 3 എന്ന് പറയുമ്പോൾ n-ന് 1 കൊടുക്കാം നിങ്ങൾക്ക്. അപ്പൊ ആദ്യ പദം കിട്ടും. n-ന് 2 കൊടുക്കാം, രണ്ടാം പദം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ച് പൊതുവ്യത്യാസം കാണാം. അങ്ങനെ കണ്ടോളൂ, വിരോധമില്ല.
അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് 5 + 3 = a. ഫസ്റ്റ് ടേം = 5 + 3 = 8. പൊതുവ്യത്യാസം എടുക്കാം. n ന്റെ ഗുണോത്തരം കോഎഫിഷ്യന്റ് ഓഫ് n. അപ്പോൾ b = 5. Therefore AP സമാന്തര ശ്രേണി = 8, 13, 18, ഡാഷ് ഡാഷ്. അപ്പോൾ നമുക്ക് അവിടെ എന്താ കിട്ടിയത്? ആൾജിബ്രിക് ഫോമിന്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഒരു an ± b എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ സാധിച്ചാൽ we can write an ± b. We must say that it is an AP. അത് AP ആയിരിക്കും, യാതൊരു സംശയമില്ല. an ± b എന്ന രൂപത്തിൽ എഴുതാൻ സാധിച്ചാൽ അതാണ് അതിന്റെ ഫോർമാറ്റ്, ആൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം. അങ്ങനെ എഴുതാൻ സാധിച്ചാൽ അത് AP ആയിരിക്കുകയും ചെയ്യും. വളരെ സിമ്പിൾ ആണ്, ഓർത്തിരിക്കുക. an ± b. Then another example, the second one. ആദ്യ പദം a = 5. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. And b = √2. കോമൺ ഡിഫറൻസ് √2. വാട്ട് ഈസ് a13? 13ാം പദം എത്ര? a13 13ാം പദം എത്ര? വാട്ട് ഈസ് ദ 13th ടേം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് എഴുതുക. The given matters. a = 5, d = √2, an = a + n - 1 × d. ആ ഫോർമുല എപ്പോഴും എഴുതണം. ഏത് ഫോർമുലയാണോ ഉപയോഗിക്കുന്നത് ആ ഫോർമുല മസ്റ്റ് ബി റിട്ടൺ. an = a + n - 1 × d. ഇനി ആ വാല്യൂ കൊടുക്കുക. a13 = 5 + 13 - 1 × √2. 5 + 13 √2 മൈനസ് 13 √2 മൈനസ് എങ്ങനെ എഴുതാം നമുക്ക്? 5 + 13 - 1 12 √2. 5 + 12 √2. അപ്പോൾ നമുക്ക് 13ാം പദം 13th ടേം = 5 + 12 √2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ an എന്നുള്ളിടത്ത് n ന് ഏത് പദമാണോ കാണേണ്ടത് ആ പദം, ആ നമ്പർ അവിടെ ആഡ് ചെയ്താൽ നമുക്ക് ആ ഫോർമാറ്റിൽ ആഡ് ചെയ്താൽ നമുക്ക് ഏത് ടേം, 13th ടേം, 14th ടേം, എനി ടേം വി ക്യാൻ റൈറ്റ്. ഇവിടെ 13ാം പദം കാണാൻ പറഞ്ഞു, a13 കണ്ടു, 5 + 12 √2. ഇങ്ങനെ നമുക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷന് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബീജഗണിത രൂപം 2n + 5. ഓൾറെഡി ഗിവൺ ദാറ്റ് algebraic form 2n + 5, 2n + 5. Is the difference between any terms 123? The question is the difference between any two terms is 123? ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 123 ആകുമോ? ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 123 ആകുമോ എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? ഇറ്റ് ഈസ് ആൻ AP. വളരെ ക്ലിയർ ആണ്. നമുക്കൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഹൗ ടു സോൾവ് ഇറ്റ്? ആൾജിബ്രിക് ഫോം എഴുതാം. ഓൾറെഡി ഗിവൺ ആൾജിബ്രിക് ഫോം = ബീജഗണിത രൂപം 2n + 5. a = ഫസ്റ്റ് ടേം 2 + 5 = 7. d = 2. ഓൾറെഡി n ന്റെ കോഎഫിഷ്യന്റ് ഓഫ് n ന്റെ ഗുണോത്തരം 2. AP, therefore AP = 7, 9, 11, dash dash dash. അപ്പോൾ നമുക്ക് AP കിട്ടി, ഫസ്റ്റ് ടൈം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഈസ് 123. ഈ APയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം 123 ആകുമോ? അപ്പൊ എന്ത് ചെയ്യണം? നമുക്കറിയാം ഒരു കോമൺ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് സീക്വൻസ് പോവുക. സോ കോമൺ ഡിഫറൻസ് ഈസ് ദ ബേസ്. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആണ്, തന്നിരിക്കുന്ന ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സാധിക്കും, പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പറ്റില്ല. അതായത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ തന്നിരിക്കുന്ന സംഖ്യ എന്ന് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന സംഖ്യ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് നോക്കാം. 123/2 നോക്കാം.
123 2 കറക്റ്റ് ആയിട്ട് പോവില്ല, പെർഫെക്റ്റ് ആയിട്ട് പോവില്ല. സോ 2ന്റെ മൾട്ടിപ്പിൾ അല്ല 123. 123 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 2. 2ന്റെ ഗുണിതമല്ല 123. അതുകൊണ്ട് ഒരിക്കലും ഈ ശ്രേണിയില് ഈ AP യില് 2 പദങ്ങളുടെ വ്യത്യാസം 123 ആകില്ല. അപ്പൊ എങ്ങനെയാ ചെയ്തത്? കോമൺ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്താ പറയുക, നമ്മൾ പഠിച്ചത് ആൾജിബ്രിക് ഫോമിന്റെ കോമൺ ഫോർമാറ്റ്. ആൾജിബ്രിക് ഫോം ബീജഗണിത രൂപം an + or - b. an + or - ഈ രൂപത്തില് നമുക്ക് എഴുതാൻ സാധിച്ചാൽ അത് AP ആയിരിക്കും, യാതൊരു സംശയവുമില്ല. അതിൽ നിന്ന് എയും ബിയും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കൂട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കിട്ടും. എന്നിന്റെ കോഎഫിഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ ഡിയും കിട്ടും. നമുക്ക് അതിന് AP ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്നിന് 1 കൊടുത്താൽ ഫസ്റ്റ് ടൈം കിട്ടും, എന്നിന് സെക്കൻഡ് നമ്പർ 2 കൊടുത്താൽ സെക്കൻഡ് ടൈം കിട്ടും, സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം = കോമൺ ഡിഫറൻസ് കിട്ടും. നമുക്ക് അതിലൂടെ AP എഴുതി പോകാനും സാധിക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ പടിയാണ് an + or - b എന്ന ഫോർമാറ്റിലൂടെ നമ്മൾ കണ്ടു. നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. യെസ്, നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. യെസ്, നോക്കുക. ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. എന്താ അർത്ഥം? 9 കൊണ്ട് 9ന്റെ ഗുണിതങ്ങളായിട്ടുള്ള 3 അക്ക സംഖ്യകൾ, 9ന്റെ ഗുണിതങ്ങളായിട്ടുള്ള 3 അക്ക സംഖ്യകളുടെ തുക കാണുക. 9ന്റെ ഗുണിതം, അതായത് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന 3 അക്കമുള്ള സംഖ്യകളുടെ തുക കാണുക. ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ 3 അക്ക സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ മൈൻഡിൽ കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതാ കണ്ടുപിടിക്കേണ്ട വിധം, ആദ്യത്തെ 3 അക്ക സംഖ്യ 100 ആണ്. 100നെ 9 കൊണ്ട് ഹരിക്കുക. അപ്പൊ 11 × 9 99. ബാക്കി 1 ശിഷ്ടം വരും, റിമൈൻഡർ 1. അപ്പൊ ആ 100ൽ നിന്ന് റിമൈൻഡർ 1 ലെസ് ചെയ്യാൻ, അപ്പൊ 99 കിട്ടും. 99നോട് കൂടി 9 കൂട്ടുക, 99 + 9 = 108. സോ 108, 108 ആണ് ആദ്യത്തെ ടൈം. 108ൽ കറക്റ്റ് ആയിട്ട് 9 പോവും. അപ്പൊ കണ്ടുപിടിക്കേണ്ട രീതി മനസ്സിലായല്ലോ. അപ്പൊ 108 കിട്ടി, ഫസ്റ്റ് ടൈം 108. ലാസ്റ്റ് ടൈം 999 ആണ് ലാസ്റ്റ് 3 നമ്പർ വരിക. 999നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിട്ട് പോകും, പെർഫെക്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് 999 ആണ് ലാസ്റ്റ് ടൈം. Then number of times, എത്ര പദങ്ങൾ ഉണ്ടെന്ന് നോക്കണം. അത് എത്ര പദങ്ങളാണ് അതിലുള്ളത് എന്ന് നോക്കണം, എന്നാലേ നമുക്ക് തുക കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫൈൻഡ് ദ സം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടൈംസ് ഓൾറെഡി നമ്മൾ ഫോർമുല പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ബൈ കോമൺ ഡിഫറൻസ് +1. സോ an - a1/d + 1. 999 - 108/9 + 1. 891/9 + 1. 99 + 1 100. അപ്പൊ 100 പദങ്ങൾ അതിലുണ്ട്. 100 ടൈംസ് ആർ ദേർ. സോ നമുക്ക് ഇനി ഫോർമുല കൊടുക്കാം. സമ്മിന്റെ ഫോർമുല നമുക്ക് 3-4 ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് ടൈം കിട്ടിയിട്ടുണ്ട്, ലാസ്റ്റ് ടൈം കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് Sn = n/2 × a + an, ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. സോ S 100 പദങ്ങളുണ്ട്. 100/2 × 108 + 999. സോ 50 × 1107 ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം, കറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 50 × 1107 55,350, 55,350. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സമ്മിന്റെ ഫോർമാറ്റിലൂടെ കടന്നുപോയി പദങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചു, 9ന്റെ മൾട്ടിപ്പിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇത്തരത്തിൽ നമുക്ക് ഏത് AP എടുത്താലും ആ AP ആണെന്നുണ്ടെങ്കിൽ സം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, അപ്പൊ നമുക്കിവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി. നേരത്തെ APയുടെ ഫോർമാറ്റ് പറഞ്ഞതുപോലെ ഏതൊരു APക്കും ഒരു സമ്മിന്റെ ഫോർമാറ്റ് ഉണ്ട്, തുകയുടെ രൂപമുണ്ട്, തുകയുടെ ഒരു ആൾജിബ്രിക് ഫോം ഉണ്ട്. Sn നമ്പർ ഓഫ് ടൈംസ്,
n ടൈംസ്, സം ഓഫ് n ടൈംസ്, n പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒരു ആൾജിബ്രിക് ഫോമിലേക്ക്, ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതെന്താ? അത് an സ്ക്വയർ പ്ലസ് ഓർ മൈനസ് bn. ഈ രൂപത്തിൽ എഴുതാൻ നമുക്ക് സാധിച്ചാൽ അതൊരു എ പി ആണ്. an സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ബി എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഒരു എ പിയുടെ, ഒരു സമാന്തര പ്രോഗ്രഷന്റെ, സമാന്തര ശ്രേണിയുടെ തുകയുടെ ഫോർമാറ്റ് ആണ്. ഇറ്റ് ഈസ് എ ഫോർമാറ്റ് ഓഫ് ആൻ എ പി, an സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ബി എൻ. ഇതിന് നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം, എ പി എഴുതാം. എ പി എഴുതിയതിനു ശേഷം അതിന്റെ nth ടൈം നമുക്ക് ബീജഗണിത രൂപം, ആൾജിബ്രിക് ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാ കൺവേർട്ട് ചെയ്യാം നോക്കാം. ആദ്യ പദം ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി നിർത്താം. എ പ്ലസ് ഓർ മൈനസ് ബി ഫസ്റ്റ് ടൈം കിട്ടി. ഡി ഈസ് ഈക്വൽ ടു, കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു n സ്ക്വയറിന്റെ ഗുണോത്തരത്തിന്റെ ഇരട്ടി, ട്വൈസ് ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ, ട്വൈസ് ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ, n സ്ക്വയറിന്റെ ഗുണോത്തരത്തിന്റെ ഇരട്ടി. നോക്കാം എക്സാമ്പിൾ. Sn is equal to 3n square plus n. Sn is equal to 3n square plus n. Find the first term and d. ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കുക. നോക്കാം നമുക്ക്. Sn is equal to 3n square plus n. Already given. Then find a is equal to a plus b. 3 plus 1 is equal to 4. d is equal to 3 into 2. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇരട്ടി. 3 into 2 is equal to 6. Therefore AP is equal to 4, 10, 16, dash dash. So first term 4, common difference 6. Find an, nth term. A plus n minus 1 into d. 4 plus n minus 1 into 6. 4 plus 6n minus 6. 4 minus 6 is equal to minus 2. 6n minus 2. So algebraic form of an AP is 6n minus 2. അപ്പോൾ സമ്മിന്റെ ഫോർമാറ്റിൽ നിന്ന് നമ്മൾ സാധാരണ എ പിയുടെ ഫോർമാറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. എന്നിന് 1 കൊടുത്താൽ നമുക്ക് ഒരു പദത്തിന്റെ തുക കിട്ടും. എന്നിന് 2 കൊടുത്താൽ നമുക്ക് 2 പദങ്ങളുടെ തുക കിട്ടും. അങ്ങനെ 2 പദത്തിന്റെ തുകയിൽ നിന്ന് 1-ാം പദം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-ാം പദം കിട്ടും. 2-ാം പദത്തിൽ നിന്ന് നമുക്ക് 1-ാം പദം കുറച്ച് കോമൺ ഡിഫറൻസ് കിട്ടും. അങ്ങനെ എന്നിന് വില കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. അതിനേക്കാൾ എളുപ്പമാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, എ പ്ലസ് ബി എന്നുള്ളത് ഫസ്റ്റ് ടൈമും n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇരട്ടി ഡി എം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പി ക്യാൻ ബി റിട്ടൺ, എ പി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് എ പിയുടെ സമ്മിന്റെ ഫോർമാറ്റ്. സോ ഇത് ബൈ ഹാർട്ട് ചെയ്യണം. n സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ബി എൻ. നെക്സ്റ്റ് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് വരിക. 10 times of 10th term is equal to 5 times of 5th term in an AP. 10-ാം പദത്തിന്റെ 10 മടങ്ങ്, 10-ാം പദത്തിന്റെ 10 മടങ്ങ് 5-ാം പദത്തിന്റെ 5 മടങ്ങിനോട് തുല്യമാണ്. 10-ാം പദത്തിന്റെ 10 മടങ്ങ് 5-ാം പദത്തിന്റെ 5 മടങ്ങിനോട് തുല്യമാണ്. എ പിയില് ഒരു സമാന്തര ശ്രേണിയില്. ഫൈൻഡ് A15, 15-ാം പദം കാണുക. ഫൈൻഡ് A15. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദിസ് AP. ഈ എ പിയിലെ ആദ്യത്തെ 15 പദങ്ങളുടെ ഗുണനഫലം എത്ര, പ്രോഡക്റ്റ് എത്ര, ഗുണനഫലം എത്ര. ഫൈൻഡ് ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദിസ് എ പി. എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിൾ. A10 that is 10th term is equal to a plus 9d. അതായത് a plus n minus 1 into d വില കൊടുക്കുക, a plus 9d. A5 5th term a plus 4d. That terms are equal. അതായത് 10 times of a plus 9d is equal to 5th times of a plus 4d. That's equal. According to the problem, 10 times of 10th terms and 5 times of 5th terms are equal. So we can write 10 into a plus 9d is equal to 5 into a plus 4d. So you can open the bracket. 10 into a 10a, 10 into 9d 9dd, 5 into a 5a, 5 into 4d 20d. So then rearrange, because it is an equation. Equation means രണ്ട് സൈഡും വാല്യൂ ഈക്വൽ ആണ്. So that equal sign is there. അതുകൊണ്ട് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ആവുമ്പോൾ റീഅറേഞ്ച് ചെയ്യാം. ഒരേ തരത്തിലുള്ള സംഖ്യകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. Can be changed with sign. അപ്പൊ നോക്കാം നമുക്ക്. 10a
മൈനസ് 5a, ഈ 5a ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 5a. ദെൻ 20d അവിടെ ഉണ്ട്, other side 20d is there, so 90d replaced to other side minus 90d. 10a minus 5a is equal to 20d minus 90d. So 5a is equal to minus 70d. വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. So a is equal to minus 70d by 5 is equal to minus 14d. അപ്പോൾ a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം is equal to minus 14d ആണ്. So നമുക്ക് അതിൽ നിന്ന് ഫസ്റ്റ് ടൈം is equal to minus 14d. Then നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? Product of first 15 terms of this AP. ആദ്യത്തെ 15 പദങ്ങളുടെ ഗുണനഫലം നോക്കാം നമുക്ക്. a15 is equal to a plus 14d. അപ്പോൾ മൈനസ് 14d പ്ലസ് 14d is equal to 0. മൈനസ് 14d പ്ലസ് 14d is equal to 0. So first 15 term product of the first 15 terms, ആദ്യത്തെ 15 പദങ്ങളുടെ ഗുണനഫലം ഈ സമാന്തര ശ്രേണിയിൽ 0 ആയിരിക്കും. സോ നമുക്ക് ആ പ്രോബ്ലത്തിനെ നോക്കിയിട്ട് ഏത് ഫോർമുലയാണ് നമുക്ക് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഫസ്റ്റ് ടൈമിലും കോമൺ ഡിഫറൻസിലും പദങ്ങളുടെ എണ്ണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ആലോചിച്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വി ക്യാൻ കൺവേർട്ട് ദിസ് AP ഇൻറ്റു എന്താ പറയുക ഇൻ എ ക്വിക്ക് വേ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അർത്ഥം. ഓക്കെ, യെസ്, നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നോക്കുക, write an AP with 8 as the third term and 23 as the eighth term. എന്താ അർത്ഥം? ഒരു AP എഴുതാൻ, റൈറ്റ് ആൻ AP സമാന്തര ശ്രേണി എഴുതാൻ 8 എന്നുള്ളത് മൂന്നാമത്തെ പദവും 23 എന്നുള്ളത് എട്ടാമത്തെ പദവുമാണ്. 23 എന്നുള്ളത് എട്ടാമത്തെ പദവുമാണ്. അപ്പോൾ 8 എന്നുള്ളത് മൂന്നാം പദവും 8 as the third term, 23 എന്നുള്ളത് എട്ടാമത്തെ പദവും 23 as eighth term. അങ്ങനെയാണെങ്കിൽ AP എഴുതാൻ റൈറ്റ് ദാറ്റ് AP, ആ AP എഴുതാൻ പറയുകയാണ്. ഇത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം, ചിന്തിച്ചെഴുതാവുന്നത് കാര്യമുള്ളൂ. ഒന്ന് നമുക്ക് ഇക്വേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആ പദത്തിന്റെ സ്ഥാനത്തിനനുസരിച്ചിട്ട് ആ പദത്തിന്റെ വ്യത്യാസത്തിനെ എടുത്തുകൊണ്ട് നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ട് പൊതുവ്യത്യാസം കണ്ട് നമുക്ക് അതിനെ ചെയ്യാൻ സാധിക്കും. That means it can be solved by two ways, by using equation and also by using the position of the term and find that common difference by using that position difference between the positions of the terms. അങ്ങനെ എടുക്കാം. നമുക്ക് ഏത് വേണം, രണ്ടു വശത്തും രണ്ട് രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കും. നോക്കാം, നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാൻ പോവാണ്. എലിമിനേഷൻ മെത്തേഡ്. നമുക്ക് ഒരെണ്ണത്തിന് ഒരു വാല്യൂവിനെ കണ്ടെത്തി അതിൽ എയോ ഡിയോ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ടേമിനെ എലിമിനേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം എലിമിനേഷൻ മെത്തേഡ്. നോക്കാം, an is equal to a plus n minus 1 into d. nth term. a3 is equal to a plus 2d is equal to 8. Equation number 1. a8 is equal to a plus 7d is equal to 23. Equation number 2. അപ്പോൾ രണ്ട് സമവാക്യത്തിലേക്ക് നമ്മൾ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ എ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡി എ നമുക്ക് അവിടെ നിന്ന് മാറ്റാം. ഇവിടെ നമുക്ക് രണ്ട് ദിക്കിലും പ്ലസ് എ ആണ്. അപ്പോൾ കോഎഫിഷ്യന്റ് സെയിം ആണ്, ഗുണോത്തരം സെയിം ആണ്. അപ്പോൾ എ നമുക്ക് രണ്ടും പ്ലസ് ആയതുകൊണ്ട് ഈ സമവാക്യത്തിന് നമുക്ക് മൈനസ് ചെയ്താൽ മതി. സമവാക്യത്തിന് സബ്ട്രാക്ട് ചെയ്യാം. 2 - 1 ഇക്വേഷൻ 2 - 1 രണ്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ a - a 0 ആയി. 7d minus 2d is 5d. 23 minus 8 15. So d is equal to 15 by 5 is equal to 3. അപ്പോൾ d നമുക്ക് കിട്ടി. d കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. പുട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ 1 or 2. ഈ വില സമവാക്യം 1ലോ 2ലോ ആരോപിക്കുക. മലയാളത്തിൽ ആരോപിക്കുക എന്നാ പറയും. അപ്പോൾ ഈ വില ഏതെങ്കിലും സമവാക്യത്തിൽ ആരോപിക്കുക. അപ്പോൾ d എന്നുള്ള 3 എന്നുള്ള വില ഇക്വേഷൻ 1ൽ നമ്മൾ കൊടുത്തു. a plus 2d is equal to 8. അപ്പോൾ a plus 2 into 3 is equal to 8. a plus 6 is equal to 8. a is equal to 8 minus 6 is equal to 2. So therefore AP is equal to 2, 5, 8. 2, 5, 8, dash dash. ഇതായിരിക്കും AP. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ AP കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ എടുത്ത് ചെയ്യാം. ഇനി അതല്ല വേറൊരു വഴിക്ക് വേണമെങ്കിൽ പോവാം. അപ്പം എങ്ങനെ ചെയ്യാം? അപ്പം നമുക്ക് D കാണാനായിട്ട് D is equal to ഇതേ പ്രോബ്ലം തന്നെ
ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ്, രണ്ട് പദങ്ങളുടെ വ്യത്യാസത്തെ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ ദയർ പൊസിഷൻ, അതിന്റെ സ്ഥാനത്തിന്റെ വ്യത്യാസം, അത് ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത് ആ സ്ഥാനത്തിന്റെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ ദയർ പൊസിഷൻസ്, ആ പദങ്ങളുടെ ടേംസിന്റെ വ്യത്യാസം ഡിവൈഡഡ് ബൈ അതിന്റെ സ്ഥാനത്തിന്റെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അതാ നോക്കുക, ഡി ഈസ് ഈക്വൽ ടു, ഈ പ്രോബ്ലത്തിൽ ഡി ഈസ് ഈക്വൽ ടു അപ്പൊ എന്ത് വരും, 23 മൈനസ് 8 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 15 മൈനസ് 5 ഈസ് ഈക്വൽ ടു 3. കോമൺ ഡിഫറൻസ് കിട്ടി. 3 ഈസ് ദ കോമൺ ഡിഫറൻസ്. ഇനി ഈ 3 നമുക്ക് എന്ത് ചെയ്താൽ മതി, തേർഡ് ടേബിൾ കൊടുത്താൽ മതി. a plus 2d is equal to 8. അതിന് a plus 2 into 3 is equal to 8. So a is equal to 8 minus 6 is equal to 2. Therefore ap is equal to 2, 5, 8. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ ദയർ പൊസിഷൻസ്, ആ ടേമുകളുടെ വ്യത്യാസത്തെ, പദങ്ങളുടെ വ്യത്യാസത്തെ പദങ്ങളുടെ സ്ഥാനത്തിന്റെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് പൊതുവ്യത്യാസം കിട്ടും. ഈ രൂപത്തിൽ നമുക്കിതിനെ ചെയ്യാനായിട്ട് സാധിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ അടുത്തേക്ക് പോവാണ്. ഫൈൻഡ് ദ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 1000. 1 തുടങ്ങി 1000 വരെയുള്ള സംഖ്യകളുടെ തുക എഴുതാൻ പറഞ്ഞാൽ നമുക്ക് രണ്ട് വഴിയുണ്ട്. നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്ത് കഴിഞ്ഞതാണ്. ഒന്നില്ലെങ്കിൽ അതിന് n×n+1/2 എന്നുള്ള ഫോർമുല വെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ n/2 × 2a + n-1 × d എന്നുള്ള AP-യുടെ ഫോർമുല വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 1 തുടങ്ങി 1000 വരെയുള്ള സംഖ്യകളുടെ തുക സം ഈസ് ഈക്വൽ ടു n×n+1/2. നാച്ചുറൽ നമ്പർ ആണ്, അപ്പോൾ n×n+1/2 ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 1000 × 1000 + 1/2, 1000 × 1001/2, that is 500 × 1001 is equal to 500. മനസ്സിലായല്ലോ? അങ്ങനെ നമുക്ക് n×n+1/2 എന്നുള്ള ഫോർമുല വെച്ച് നാച്ചുറൽ നമ്പറിന്റെ സം നമുക്ക് കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ സം ഓഫ് 2, 4, 6 to 32. 2, 4, 6 തുടങ്ങി 32 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ AP ഫോർമുല വെച്ചിട്ട് ചെയ്യാം. n/2 × ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ 2, 4, 6, 8, 10 അങ്ങനെ പോവുകയാണ്. അത് ഈവൺ നമ്പറുകളുടെ ഇരട്ട സംഖ്യകളുടെ ഒരു ശ്രേണിയാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ n×n+1 എന്നുള്ള ഫോർമുല വെച്ചിട്ടും ചെയ്യാം. സോ AP ആണത്. അപ്പോൾ ആൻസർ സം ഇസ് ഈക്വൽ ടു n×n+1. n is equal to കാണുന്ന നമ്പർ ഓഫ് ടൈംസ് is equal to an minus a/d plus 1. 32 minus 2/2 plus 1. 16 പദങ്ങൾ ഇവിടെ ഉണ്ട്. 16 × 16 plus 1, 16 × 17, 272. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. AP-യുടെ ഫോർമുല വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് n×n+1 എന്നുള്ള ഫോർമുലയിലൂടെയും കടന്നു പോവാം. അടുത്തത് നോക്കുക. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 25. 1 തുടങ്ങി 25 വരെയുള്ള ഒറ്റ പദങ്ങളുടെ ഒറ്റ സംഖ്യകളുടെ തുക കാണുക. അത് സീക്വൻസ് ആണ് 1, 3, 5, 7 to 25. അത് നമുക്ക് AP വെച്ചിട്ടുള്ള ഫോർമുല വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ സംഖ്യയാണ്, നാച്ചുറൽ നമ്പറിന്റെ ഒരു വകഭേദമായതുകൊണ്ട് n² എന്ന് എടുത്താൽ മതി. ഇതാ നോക്കുക, n എത്രയുണ്ട് നോക്കുക. n is equal to 25 minus 1/2, ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. 13 നമ്പർ ഉണ്ട്. സോ Sn is equal to n². സോ S13 is equal to 13² is equal to 169. 169 ഉത്തരമായിരിക്കും. ഇങ്ങനെ നമുക്ക് നാച്ചുറൽ നമ്പറിന്റെയും ഇരട്ട സംഖ്യയുടെയും ഒറ്റ സംഖ്യകളുടെയും തുക നമുക്ക് വേറൊരു ഫോർമുലയിലൂടെ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദെൻ അടുത്തൊരു ചോദ്യം നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5th ടേം x5, 7th ടേം x7. 5ാം പദം x5 എന്നും 7ാം പദം x7 എന്നും തന്നിട്ടുണ്ട്. x5 is to x7 is equal to 7 is to 11. x5 is to x7 is equal to 7 is to 11. Find x10 is to x12. x10 is to x12 കണ്ടുപിടിക്കുക. എന്ത് ചെയ്യണം? xy is equal to 7k നമുക്ക് തന്നിട്ടുണ്ട്. x7 is equal to 11k തന്നിട്ടുണ്ട്. From 5 to 7, 5 തുടങ്ങി 7 വരെ എത്ര ടൈം നമുക്ക് കോമൺ ഡിഫറൻസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്? 5ാം പദത്തിൽ നിന്ന് 7ാം പദത്തിലേക്ക് വരണമെങ്കിൽ എത്ര വരും?
അഞ്ചാം പദത്തിന് ഏഴാം പദത്തിലേക്ക് വരണമെങ്കിൽ 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. Therefore 2d is equal to 11k minus 7k. അതുകൊണ്ട് 2d is equal to 11k minus 7k is equal to 4k. So d is equal to 4k by 2 is equal to 2k. Then this value d is equal to 2k എന്നുള്ളത് നമുക്ക് എക്സ്റ്റേണലിലേക്ക് പോവാം. 10ാം പദം x5 ൽ നിന്ന് 5d കൂട്ടുക. x5 plus 5d is equal to 7k plus 5 into 2k. അപ്പോൾ 7k plus 10k is equal to 17k. Then x12 is equal to x7 plus 5d. ഏഴാം പദത്തിൽ നിന്ന് 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. 11k plus 5 into 2k is equal to 11k plus 10k is equal to 21k. Therefore x10 is to x12, x10 is to x12 is equal to 17k is to 21k. The k നമ്മൾ കോമൺ ഫാക്ടർ ആണ്, അതിനെ മാറ്റുക. അപ്പോൾ x10 is to x12 is x12 is equal to 17 is to 21. 17 is to 21. ഇത്തരത്തിലുള്ള പ്രോബ്ലവും നമുക്ക് റേഷ്യോ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ആക്കി നമ്മൾ കണ്ട് അതിനെ നമ്മൾ ആ കോമൺ ഡിഫറൻസ് എത്ര ടൈംസ് ആണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കതിനെ റേഷ്യോയിലേക്ക് എത്തിക്കാൻ സാധിക്കും. യെസ്, അടുത്തൊരു പ്രോബ്ലം നോക്കുക. നമുക്ക് 1 2 3 4 5 6 7 8 9 then dashes. അപ്പോൾ അതൊരു പിരമിഡ് പോലെ പോയിരിക്കുകയാണ്, ഒരു സംഖ്യാശ്രേണിയാണ്. There is a pyramid. നമ്മൾ ചോദിച്ചിരിക്കുന്നത് how many number are there in the 30th row. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ 30ാമത്തെ റോ വരുമ്പോൾ how many numbers are there in the 30th row. 30ാമത്തെ റോയിൽ എത്ര നമ്പർ ഉണ്ട്, എത്ര സംഖ്യയുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which is the last number in 30th row. 30ാമത്തെ റോയിൽ ഏറ്റവും അവസാനത്തെ സംഖ്യ എത്ര. which is the first number in 30th row. 30ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ ഏത്. 4, what is the sum of all terms in the first 30 rows. ആദ്യത്തെ 30 വരികളിലെ ആകെ സംഖ്യകളുടെ തുക എത്ര. ആദ്യത്തെ 30 വരികളിലെ ആകെ സംഖ്യകളുടെ തുക എത്ര. ഇതാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനത്തെ പാറ്റേൺ സാധാരണ ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കാം. ചിലപ്പോൾ ഒറ്റ സംഖ്യയുടെ ശ്രേണിയാവും, ചിലപ്പോൾ ഇരട്ട സംഖ്യകളുടെ ശ്രേണിയായിരിക്കും, നാച്ചുറൽ നമ്പറിന്റെ ശ്രേണിയായിരിക്കാം. നമുക്ക് നോക്കി അതിനെ ചോദ്യത്തിനനുസരിച്ച് വി ക്യാൻ അനാലിസിസ് നോക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആദ്യം തന്നെ ചോദ്യം ഹൗ മെനി നമ്പേഴ്സ് ആർ ദേർ ഇൻ ദ 30th row എന്നാണ്. 30ാമത്തെ വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ റോ നോക്കുക. ആദ്യത്തേൽ ഒരെണ്ണാണ്, പിന്നത്തേൽ 2 3 4 മൂന്നെണ്ണാണ്, പിന്നത്തേൽ 5 6 7 8 9 5 അടുത്തതിൽ അപ്പോൾ 7 എണ്ണം വരും. അപ്പോൾ ഓരോ റോയിലും നമ്പറുകൾ എത്രയാ പറഞ്ഞ് നോക്കുക ആദ്യം. അപ്പോൾ 1 3 5 7 9 അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ആ പിരമിഡ് പോവുക. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ആദ്യത്തെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിന്റെ ഒരു ആൾജിബ്രിക് ഫോം എഴുതിയാൽ മതി, ബീജഗണിത രൂപം നമ്മൾ എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? സീക്വൻസ് ഓഫ് ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ഈച്ച് റോ. ഓരോ റോയിലും വരുന്ന സംഖ്യകളുടെ എണ്ണം, ഓരോ റോയിലും വരുന്ന സംഖ്യകളുടെ എണ്ണം, ഓരോ വരിയിലും വരുന്ന സംഖ്യകളുടെ എണ്ണം നോക്കുക. 1 3 5 7 9 etc. So an is equal to a plus n minus 1 into d. Oh, 1 plus n minus 1 into d. 1 plus 2n minus 2. 2n minus 1. അപ്പോൾ നമുക്ക് ആ വരികളുടെ സീക്വൻസ് എത്രയാണ് കിട്ടി. ഓരോ റോയിലും എത്ര സംഖ്യകൾ ഉണ്ടെന്നുള്ള ആ എ പിയുടെ ആൾജിബ്രിക് ഫോം നമുക്ക് കിട്ടി. ദാറ്റ് ആൾജിബ്രിക് ഫോം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സീക്വൻസ് അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് നമ്പേഴ്സ് ഇൻ 30th row. 30ാമത്തെ വരിയിലെ മാത്രം സംഖ്യകളുടെ എണ്ണം. 30ാമത്തെ വരിയിലെ നമ്പറുകളുടെ എണ്ണം 2 into n സ്ഥാനത്ത് 30 കൊടുക്കുക. 2 into 30 minus 1 59 നമ്പേഴ്സ്. 30ാമത്തെ വരിയിൽ എത്ര സംഖ്യ ഉണ്ടാവും? 59 സംഖ്യ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സംഖ്യകൾ കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്താ? വിച്ച് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ 30th row. 30ാമത്തെ വരിയിലെ ലാസ്റ്റ് സംഖ്യ ഏതാണ്? ലാസ്റ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് റോ എത്രയാ? 1. ലാസ്റ്റ് നമ്പർ ഇൻ ദ സെക്കൻഡ് റോ എത്രയാ? 4. ലാസ്റ്റ് നമ്പർ ഓഫ്
തേർഡ് റോ എത്രയാ 9. അപ്പൊ ലാസ്റ്റ് നമ്പർ ഓഫ് 30th റോ എത്രയായിരിക്കും നോക്കുക. 1 ആണ്, പിന്നെ 4 ആണ്, പിന്നെ 9 ആണ്, പിന്നെ അങ്ങനെ പോകും. അപ്പൊ എങ്ങനെയാ പോകുന്നത്? അതൊരു സംഖ്യകളുടെ സ്ക്വയർ ആയിട്ടാണ് പോണത്, നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആയിട്ടാണ് പോണത്. നോക്കുക, ലാസ്റ്റ് നമ്പർ ഇൻ ദ ഫസ്റ്റ് റോ 1 സ്ക്വയർ, ലാസ്റ്റ് നമ്പർ ഇൻ ദ സെക്കൻഡ് റോ 4 2 സ്ക്വയർ, ലാസ്റ്റ് നമ്പർ ഇൻ ദ തേർഡ് റോ 9 3 സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30th റോ ഈസ് ഈക്വൽ ടു 30 സ്ക്വയർ ഈസ് ഈക്വൽ ടു 900. അപ്പൊ 900 ആയിരിക്കും ലാസ്റ്റ് നമ്പർ ഇൻ ദ 30th റോ, 900 ആയിരിക്കും വരിക. അടുത്ത നോക്കാം, മൂന്നാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ 30th റോ? 30ാമത്തെ വരിയിൽ ആദ്യത്തെ സംഖ്യ എത്രയാണ്? വളരെ ക്ലിയർ ആണ്. ആകെ 30ാമത്തെ വരിയിൽ 59 നമ്പർ ഉണ്ട്. 30ാമത്തെ വരിയിൽ ആകെ 59 സംഖ്യ ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്പർ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പർ വരണമെങ്കിൽ 900-ൽ നിന്ന് 900-ൽ നിന്ന് 58 തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. 58 തവണ. അപ്പൊ 58 ഇൻറ്റു 1, കോമൺ നമ്പർ ഡിഫറൻസ് 1 2 3 4 5 6 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് 1 ആണ്. അപ്പൊ b = 1 ആയതുകൊണ്ട് 30ാമത്തെ റോയിലെ ആദ്യത്തെ നമ്പറിലേക്ക് എത്താൻ 900 - 58 × 1, അപ്പൊ 842 842 കിട്ടി. അപ്പൊ ആദ്യത്തെ നമ്പർ കിട്ടി, അവസാനത്തെ നമ്പറും 30ാമത്തെ വരിയിൽ കിട്ടി. 30th റോയിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ വി ക്യാൻ സോൾവ്. അത് കിട്ടി നമുക്ക്. Then last question നോക്കുക. What is the sum of all terms in the first 30 rows? ആദ്യത്തെ 30 വരികളിലെ സംഖ്യകളുടെ തുക കാണാൻ. ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, അങ്ങനെ 30 റോയിലെ ആകെ സംഖ്യകളുടെ തുക. അപ്പൊ നമുക്കറിയാം അതിന്റെ റോ വരുന്ന സീക്വൻസ് എത്ര? 1 2 3 4 5 6 7 8 9 10 അങ്ങനെ പോവുകയാണ്. അപ്പൊ നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പറിന്റെ തുക കാണാനായിട്ട് n × n+1/2 900 വരെ പോകും. അപ്പോൾ n × n+1/2 എന്ന് പറയുമ്പോൾ there are 900 numbers. ഒന്നാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 900 നമ്പർ ഉണ്ട്. n = 900. 900 × n+1, 900 + 1 901/2. 405 450 405 450. ഇതായിരിക്കും ഈ പിരമിഡിലെ ആൻസറുകൾ. അപ്പൊ പിരമിഡ് വരുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അതെന്താ പറഞ്ഞിരിക്കുന്നത്, അത് ഏത് സീക്വൻസ് ആണ്, എങ്ങനെയാണ് വന്നിരിക്കുന്നത്, നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് ആണോ, ഈവൺ നമ്പർ ആണോ, ഓഡ് നമ്പർ ആണോ, ഏത് രീതിയിലാണ് അത് വന്നിരിക്കുന്നത് എന്ന് വളരെ ചെക്ക് ചെയ്താലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഒരു ക്വസ്റ്റിനും കൂടി നമ്മൾ ആൻസർ ചെയ്യുന്നു. നോക്കുക നിങ്ങൾ. ഹൗ മെനി ടേംസ് ഓഫ് ദ AP 2 6 10 14 ആഡ് അപ് ടു 242? എന്താ അർത്ഥം? 2 6 10 14 എന്ന AP എന്ന സമാന്തര ശ്രേണിയിൽ സംഖ്യകൾ കൂട്ടി 242 വരെ എത്തുമ്പോൾ 242-ൽ എത്തുമ്പോൾ 240-ൽ എത്തുമ്പോൾ അവിടെ എത്ര പദങ്ങൾ ഉണ്ടാവും? അപ്പോൾ 2 6 10 14 is the AP. When we added the numbers and we will get 242, then how many terms are there? അപ്പോൾ എത്ര സംഖ്യ അവിടെ ഉണ്ടാവും? 242 കൂട്ടി വരുമ്പോൾ 242 കിട്ടുന്നത്. 242 കൂട്ടി കിട്ടുമ്പോൾ എത്ര പദങ്ങൾ അവിടെ ആ ശ്രേണിയിൽ ഉണ്ടാവും? അപ്പൊ നമുക്കതിനെ AP തന്നിട്ടുണ്ട്. സോ AP is equal to 2 6 10 14. അപ്പോൾ ഫസ്റ്റ് ടൈം is equal to 2, കോമൺ ഡിഫറൻസ് is equal to 4. So AN is equal to A plus n minus 1 into D. 2 plus n minus 1 into 4. 2 plus 4n minus 4, 4n minus 2. Then sum of the first n terms. ആദ്യത്തെ n പദങ്ങളുടെ തുക. Sn is equal to n/2 into A plus an. So n/2 into A യുടെ സ്ഥാനത്ത് 2, an യുടെ സ്ഥാനത്ത് 4n minus 2. അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? n/2 into 2 minus 2 ക്യാൻസൽഡ്, 4n ഉള്ളിൽ കിട്ടും. ഈ 2 4-ൽ വെട്ടിപ്പോവും. So n into 2n is equal to 2n square. So sum of the first n times is equal to 2n square. 2n square കിട്ടും. എന്താ അവിടെ ചെയ്തേ? ആൾജിബ്രിക് ഫോം എഴുതി, സം ഓഫ് ദി ഫോർമാറ്റ് എഴുതി. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി 2n square. അപ്പൊ ആദ്യത്തെ പദങ്ങളുടെ തുക, n പദങ്ങളുടെ തുക 2n square ആണ്. നമ്മൾ 2n square എന്ന് പറഞ്ഞാൽ is equal to 242. നമുക്ക് 242 സം തന്നിട്ടുണ്ട്. So 2n square is equal to 242.
then n square is equal to 242 by 2 is equal to 121. അപ്പോൾ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 242 ഇൻറ്റു 2 ബൈ 2 ആവും. അപ്പോൾ 121. n is equal to root of 121 is equal to plus or minus 11. ഇവിടെ മൈനസ് വരില്ല, നമ്പർ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് 11 പദങ്ങളുടെ തുകയാണ്. 11 പദങ്ങൾ ഈ എ പിയിൽ 11 പദങ്ങൾ ഈ ശ്രേണിയിൽ ഇങ്ങനെ പോയാൽ 11 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 242 കിട്ടും. അപ്പോൾ 242 കിട്ടുന്നത് ഈ എ പിയിൽ 2, 6, 10, 14 എന്ന എ പിയിൽ 11 പദങ്ങൾ കൂട്ടിയാൽ നിങ്ങൾക്ക് 242 കിട്ടും. ഇതാണ് നമ്മൾ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് സമ്മിൻ്റെ ഫോർമാറ്റ് എങ്ങനെ വരണം, അതെങ്ങനെയാണ് എടുക്കേണ്ടത്, ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയി n/2 × 2a + n - 1 × d എന്ന് കൊടുക്കാം, n/2 × a + a എന്ന് കൊടുക്കാം, d/2 n² × f + f - d/2 × n എന്ന് കൊടുക്കാം. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n × n + 1/2 എന്ന് കൊടുക്കാം, ഈവൻ നമ്പർ ആണെങ്കിൽ n × n + 1 കൊടുക്കാം, ഓഡ് നമ്പർ ആണെങ്കിൽ n² കൊടുക്കാം. ഏത് വേണം എന്നുള്ളത് a + or - b ആണോ നോക്കുക, ഫോർമാറ്റ് an² + bn ആണോ നോക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എ പി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രോബ്ലത്തിന് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എ പിയിലെ ഏത് പ്രോബ്ലവും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഈ എ പിയും തുടർന്ന് വരുന്ന ചില ചാപ്റ്ററുകളും നമ്മൾ ബന്ധപ്പെടുത്തിയിട്ട് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ദ്വിമാന സമവാക്യം എന്ന് പറയും. അത് പിന്നീട് നമുക്ക് എ പിയും ആ ചാപ്റ്ററും തമ്മിൽ ചേർത്ത് പിന്നീട് പഠിക്കാം. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എ പി എന്ന് പറയുന്ന ചാപ്റ്റർ, അരിതമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണി എന്ന് പറയുന്നതിൻ്റെ ഒരു സം ടോട്ടൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് വളരെ നന്നായിട്ട് യൂസ് ചെയ്യുക. ഇഫ് യു ക്യാൻ എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.